ഇന്ന് ഈ കല്യാണം നടക്കില്ല. ഞാൻ നടത്തില്ല. ഓഹോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് നിന്നോടാര് പറഞ്ഞു? കല്യാണ തീയതി എത്രയും പെട്ടെന്ന് വേണമെന്നല്ലേ മാഡം പറഞ്ഞത്? അതെ, രണ്ടുപേരുടെയും ജാതകം നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോക്കിക്കോളൂ. കഷ്ടകാലമൊക്കെ മാറിയിട്ടുണ്ടോന്നൊന്ന് അറിയണമല്ലോ. ചെറുക്കന്റെ നാള് പൂരമല്ലേ? അതെ. പെൺകുട്ടിയുടെ നാള് ഉത്രട്ടാതി. അതെ. പത്തില് 10 പൊരുത്തമാണ്. ഇങ്ങനെ പൊരുത്തപ്പെടുന്ന നക്ഷത്രങ്ങൾ വേറെയില്ല. ദീപക്കിന് ഇനി അങ്ങോട്ട് നല്ല കാലമാണ്. എന്നുവെച്ചാൽ ശുക്രദശയാണ്. ശുക്രനിൽ ശനിയുടെ അപഹാരമുണ്ട്. എന്നുവെച്ചാൽ 8-ൽ ചൊവ്വയും 7-ൽ സൂര്യനുമാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ദീപക്കിന് ഇനി അങ്ങോട്ട് വച്ചടി കയറ്റമാണ്. 28 വയസ്സുവരെ ഈ നാളുകാരൻ മഹാപ്രശ്നക്കാരനായിരുന്നു. ദുർനടപ്പ്, അബദ്ധസഞ്ചാരം. വേണ്ട ജോത്സരെ, അതൊന്നും വിളമ്പണ്ട. ഓ, മനുഷ്യർക്കെല്ലാവർക്കും കഷ്ടകാലമൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന് വരെ അവസാന കാലം കഷ്ടപ്പാടായിരുന്നില്ലേ? തമ്മി തല്ലി കുലം വരെ മുടിഞ്ഞു പോയില്ലേ? ഐശ്വര്യവതിയായ യുവതി ഭാര്യയായി വരുന്നതോടെ ദീപക്കിന് നല്ല കാലം ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ട് 58 വയസ്സുവരെ യാതൊരു കുഴപ്പവുമില്ല. രാജു, ഇവര് കല്യാണ തീയതി കുറിക്കുക. കാര്യം ക്ലൈമാക്സിലേക്ക് എത്തി. ഉത്രട്ടാതി നക്ഷത്രക്കാരി ഈ ഭവനത്തിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാണ്. ഇനിയങ്ങോട്ട് ഭർത്താവാകുന്ന പുരുഷന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ഭവനത്തിലും ഈ കുട്ടി ഒരു നിലവിളക്കായി ശോഭിക്കും. രാജു, കശാപ്പുകാരന്റെ കയ്യിലേക്കാണ് പെണ്ണിനെ പിടിച്ചു കൊടുക്കുന്നതെന്നും ഈ സ്ത്രീ അറിയുന്നുണ്ടോ? അറിയാത്ത പിള്ളച്ചൊറിയുമ്പോ അറിയും. അങ്ങനെ കരുതിയാൽ മതി. ഇനി കല്യാണ മുഹൂർത്തം അങ്ങോട്ട് കുറിക്ക് ജോത്സരെ. കുറിച്ചേക്കാം. എന്നാ പിന്നെ നാളെ തന്നെ ആയാലോ? അമ്പലത്തിൽ വെച്ചല്ലേ കല്യാണം? നാളെ പഞ്ചമിയാണ്. പിന്നെന്താ, കുറിച്ചോളൂ. ആ, ഈ കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തിത്തരാം. പ്രതാപ, ഒരു പെൺകുട്ടിയെ കൂടി പഴയധാര ആക്കാനുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെണ്ണിനോട് എത്ര പറഞ്ഞിട്ടും അവനെ കല്യാണം കഴിക്കാൻ തയ്യാറാ. അവളുടെ അമ്മയും അച്ഛനും അതിന് വില്ലിങ്ങാ. എന്തിന്, ഇവിടെ വർമ്മ സാർ വരെ നിബന്ധനകളോടെ ആ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. പിന്നെ ഋതു വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിയുടെ ജീവിതം കുരുതി കൊടുക്കുന്നതും നമ്മൾ കണ്ടു നിൽക്കണോ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ പെണ്ണ് സ്വയം കുരുതി കൊടുക്കാനുള്ള പട്ടുടുത്ത് കഴിഞ്ഞു. അവരെല്ലാവരും കല്യാണത്തിന് ഒരുങ്ങുക. ഈ വീട്ടിലേക്ക് അവൻ അവളെ കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ വീടാ. ഇത് നാളത്തേക്കാണല്ലോ കല്യാണ തീയതി കുറിച്ചിരിക്കുന്നത്. ഇത്ര പെട്ടെന്നോ? ദീപകിന്റെ കല്യാണം വലിയ ആർഭാടായിട്ടൊന്നും നടത്തണ്ട പ്രതാപ. കല്യാണത്തിന് നമ്മൾ കുടുംബക്കാര് മാത്രം മതി. അതാ നല്ലത്. അവന്റെ കല്യാണം നടക്കാൻ പോവാണെന്ന് പബ്ലിക് അറിഞ്ഞ
എവിടെന്നൊക്കെയാ പരാതിയായിട്ട് പെണ്ണുങ്ങൾ വരാൻ പോകുന്നതെന്നറിയില്ല. ചേച്ചി എങ്ങനെയാ കല്യാണം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ കുന്നത്തുകാവ് അമ്പലത്തിൽ വെച്ച് താലികെട്ട്. കർമ്മി അവിടുത്തെ ശാന്തി തന്നെ, അതുപോരെ? അത് ധാരാളം ചേച്ചി. അത്രയൊക്കെ മതിയെന്നാ എന്റെ അഭിപ്രായം. അപ്പൊ അച്ഛനെ പോലെ ഇത്രയും വലിയൊരു രാഷ്ട്രീയ നേതാവും ഒരു പാവം പെണ്ണിന്റെ ജീവിതം തകർക്കാൻ കൂട്ടുനിൽക്കുകയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പെണ്ണും പെണ്ണിന്റെ രക്ഷാകർത്താക്കളും ചെറുക്കന്റെ അമ്മയും ഈ കല്യാണം നടത്താൻ തയ്യാറായി. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അവനൊരു അവസരം കൂടെ കൊടുക്കാം. നന്നാവുമെങ്കിൽ നന്നാവട്ടെ. പ്രതാപ, ഞാനപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നടക്കട്ടെ ചേച്ചി. ശരി. നീ വെറുതെ ധാർമ്മിക രോഷം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് അവരുടെ കാര്യമാണ്. അത് അതുപോലെ നടക്കട്ടെ. കല്യാണം നിങ്ങൾ നടത്തുവല്ലേ? പിന്നെ ജോത്സ്യരെ വിളിച്ചു വരുത്തി തീയതി കുറിപ്പിച്ചത് കല്യാണം നടത്താനല്ലാതെ മറ്റെന്തിനാ? ഇന്നാ ഈ കല്യാണം നടക്കില്ല. ഞാൻ നടത്തില്ല. ഓഹോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് നിന്നോടാര് പറഞ്ഞു? അതെ, എന്റെ മകന്റെ കല്യാണം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞാൻ നടത്തു തന്നെ ചെയ്യും. നടക്കില്ല. ഇനി അഥവാ ആ കല്യാണം നടന്ന അവനും നിങ്ങളും ആ കുട്ടിയും മറ്റെങ്ങോട്ടെങ്കിലും പോണം. ഇങ്ങോട്ട് വരരുത്. ഇത് എന്റെ വീടാ. എടീ, പ്രതാപൻ ഏത് വീട്ടിൽ താമസിക്കുന്നോ അത് എന്റെയും കൂടി വീടാ. നീ പോയി നിന്റെ കാര്യം നോക്കടി. നോക്ക്, താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഈ വിഷയം അങ്ങ് വിട്ടുകള. അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല രാജു. ഒരു പെൺകുട്ടിയുടെ ലൈഫല്ലേ സ്പോയിൽ ആവുന്ന. അത് പല പ്രാവശ്യം പറഞ്ഞിട്ടും ആ അമ്മയ്ക്കും മകൾക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? രാജു, അവര് പാവങ്ങളായതുകൊണ്ടും ഇവനെ അവർക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടുമല്ലേ അവർ ഈ ആപത്തിൽ ചെന്ന് ചാടാൻ പോകുന്നത്? അതിനല്ല ഋതു മലയാള ഭാഷയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവളുടെ വിധിയാണെന്ന് അങ്ങ് കരുതിയാ മതി. രാജു വാ, നമുക്ക് ഒന്നുകൂടി ആ കുട്ടിയോട് സംസാരിക്കാം. വാ. കുട്ടിയോ?